അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥി ജാസ്ലിയ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ പ്രതി ഡോക്ടർ സിറിയക് പി ജോർജ് കസ്റ്റഡിയിലായിരിക്കുന്നു. വാഗമൺ പോലീസാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. പ്രതി അങ്കമാലി പോലീസിന് കൈമാറും. നാഷിഖ് മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. അങ്കമാലി പോലീസാണ് കസ്റ്റഡിയിലെടുത്തതെങ്കിൽ ഒരു പക്ഷേ എവിടെ നിന്നാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് എന്നതാണ് ഇനി അറിയേണ്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇദ്ദേഹം ഒളിവിലായിരുന്നു. ആഷിഖിന് കേൾക്കാമോ? അതിനിടയിൽ ഇന്നലെ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയിരുന്നു. പക്ഷേ മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്ന ഒരു വിലയിരുത്തൽ തന്നെയായിരുന്നു നിയമവൃത്തങ്ങളൊക്കെ നൽകിയിരുന്നത്. ആ നിലയ്ക്ക് ഇന്നലെ കുടുംബം വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു. 19-കാരി ജാസ്ലിയ. ആഷിഖുണ്ട്, ആഷിഖ് കേൾക്കാമോ? ആഷിഖ്, ആഷിഖ്, ഡോക്ടർ സിറിയക് ജോർജിനെ എവിടെ നിന്നാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്? രാവിലെയാണ് പിടികൂടിയിട്ടുള്ളത്. പ്രതി ഡോക്ടർ സിറിയക് പി ജോർജിനെ ഇന്ന് രാവിലെ വാഗമണിലെ സ്വകാര്യ റിസോർട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. റിസോർട്ടിൽ ഒളിവിൽ താമസിക്കുകയാണ് ഇയാളെന്ന വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് മുഖേനയാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. തുടർന്ന് അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വാഗമൺ പോലീസ് റിസോർട്ടിൽ പരിശോധന നടത്തുകയും രാവിലെ നടത്തിയ പരിശോധനയിൽ ഇയാൾ പിടിയിലാവുകയുമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. ഉടനടി തന്നെ ഇപ്പോൾ നിലവിൽ വാഗമൺ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഉടനടി തന്നെ അങ്കമാലി പോലീസിന് കൈമാറാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി വരികയാണെന്ന് വാഗമൺ പോലീസ് അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെയാണ് വാഗമണിലെ സ്വകാര്യ റിസോർട്ടിൽ നിന്ന് ഈ പ്രതിയെ പിടികൂടിയത്. വലിയ വിവാദമായ സംഭവമായിരുന്നു. വിദ്യാർത്ഥിനിയായ ജസ്ലിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ ഈ കേസിൽ പ്രതിയെ പിടികൂടാനാകാത്ത വലിയ വിമർശനങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിൽ വാഗമണിൽ നിന്ന് പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. കുറച്ച് സമയമായി ഒളിവിലായിരുന്നു, വാഗമണിലെ റിസോർട്ടിലായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എത്ര ദിവസം ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടുള്ളത്. നിലവിൽ വാഗമൺ പോലീസ് സ്റ്റേഷനിൽ പ്രതി ഉണ്ട് എന്നുള്ളതാണ്. വാഗമൺ പോലീസ് സ്റ്റേഷനിൽ നിലവിൽ പ്രതി സിറിയക് ജോസഫ് ഉണ്ട്. 19 വയസ്സു മാത്രം പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥിനി ജാസ്ലിയ ജോസഫിനെ ഇടിച്ച് മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ഒളിവിൽ പോയ ഡോക്ടറെ ഈ സമയം വരെ അദ്ദേഹത്തെക്കുറിച്ചൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ജാസ്ലിയുടെ കുടുംബം വാർത്താ സമ്മേളനം നടത്തി. ഞങ്ങളുടെ കുഞ്ഞിന് നീതി വേണം. ഇന്നേ വരെ ഈ സമയം വരെ ഈ പ്രതിയെ പിടികൂടാൻ പോലും ആകാത്ത പോലീസിന്റെ കഴിവുകേടിനെയൊക്കെ വലിയ വിമർശന വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴെന്തായാലും വാഗമൺ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. എവിടെ നിന്നാണ് ഇദ്ദേഹത്തെ പിടികൂടിയതെന്ന് അറിയില്ല. എന്തായാലും ഒളിവിലായിരുന്നു. ഇന്നലെ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിച്ചിരുന്നു ഡോക്ടർ. ഇന്നലെ മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. അത്രയും ഗൗരവതരത്തിലുള്ള ഒരു കേസാണ് എന്നതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്ന ഒരു വിലയിരുത്തൽ നിയമവൃത്തങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഡോക്ടർ സിറിയക് ജോർജ് എന്തായാലും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് നിതിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. നിതിനൊടുക്കം ഡോക്ടർ പിടിയിലായിരിക്കുന്നു. ഇനിയുള്ള പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? വാഗമണിൽ നിന്നും പിടികൂടിയ ഡോക്ടർ സിറിയക്കിനെ ഇനിയിപ്പോൾ അങ്കമാലി പോലീസിന് കൈമാറിയ ശേഷം അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഡോക്ടറിനെ ചോദ്യം ചെയ്യും. അതിനുശേഷം ഇന്ന് വൈകിട്ടായിരിക്കും ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും പോലീസിന്റെ ശ്രമം. ഏതായാലും ഇന്നലെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഇന്ന് രാവിലെ ഇയാളുടെ പിതാവിനെ ജോർജ് മാത്യുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ വലിയ വിവാദമുണ്ടാക്കിയ, വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഒരു കേസാണ്. പ്രത്യേകിച്ച് പോലീസ് പ്രതിക്ക് ഒത്താശ ചെയ്യുന്ന ആരോപണം രാഷ്ട്രീയ പാർട്ടികളടക്കം ഉന്നയിച്ച് വലിയ തോതിൽ പോലീസ് സ്റ്റേഷന് മുന്നിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു കേസാണ്. അപ്പോൾ അത്തരത്തിലൊരു കേസിൽ പ്രതിയെ പരമാവധി വേഗത്തിൽ കസ്റ്റഡിയിൽ എടുക്കുക എന്നത് പോലീസിന്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുക. സാധാരണ സാഹചര്യങ്ങളിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കേസുകൾ, മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകിയിട്ടുള്ള കേസുകളിൽ പോലീസ് പ്രതിയെ പിടികൂടാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഇത്തവണ ഈ പോലീസിന് വലിയ നാണക്കേട്, പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കിയ കേസായതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പോലീസ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. വാഗമണിൽ ഒളിവിലായിരുന്ന പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നു. തുടർന്നാണ് വാഗമണിലെ ഒളിസങ്കേതത്തിൽ നിന്നും പോലീസ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഏതായാലും അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുക. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും പോലീസിന്റെ ശ്രമം. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ്
നിലവിൽ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ പ്രതി ഓടിച്ചിരുന്ന വാഹനമടക്കം നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പ്രതിയുടെ അച്ഛനെ രാവിലെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക. പ്രത്യേകിച്ച് വലിയ വിവാദമുണ്ടാക്കിയ ഒരു കേസായിരുന്നു. അപ്പോൾ ആ കേസിൽ പ്രതിയെ പിടികൂടാനായി എന്നത് പോലീസിന് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയായിരിക്കും. തീർച്ചയായും വലിയ വിവാദമുണ്ടാക്കിയ വലിയ വിമർശനങ്ങൾ പോലീസിനെതിരെ ഉയർന്ന ഒരു കേസും കൂടിയാണ്. പ്രതി സിറിയക് ജോസഫിന് ഇത്രയും നാളായിട്ട് പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിനെതിരെ വ്യാപകമായ അമർഷം നിലനിന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ഈ പ്രതി സിറിയക് ജോസഫിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വാഗമൺ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ പ്രതി ഉള്ളത്. ഇദ്ദേഹത്തെ വേഗത്തിൽ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇക്കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഈ അപകടത്തിൽ ഇദ്ദേഹത്തിനെതിരെ നിശ്ചയമായും കൊലക്കുറ്റം ചുമത്തും. അപ്പോൾ ഈ അപകടം സംഭവിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് വിശദമായി ചോദിച്ചറിയണം. അപകടം സംഭവിച്ചതിന് ശേഷവും ആ കുട്ടി ആശുപത്രിയിൽ എത്തിക്കാൻ പോലും നിൽക്കാതെ എന്തിന് കടന്നു കളഞ്ഞു എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇദ്ദേഹം ഉത്തരം നൽകേണ്ടി വരും. ഒരു ഡോക്ടർ കൂടിയാണ്. സ്വാഭാവികമായും ഒരു പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ മാതൃകയാകേണ്ട ഒരു വ്യക്തിയും ആ രീതിയിൽ ഒരു പോസ്റ്റ് ഇരിക്കുകയും ചെയ്യുന്ന ആൾ കൂടിയാണ്. പക്ഷേ